السلام عليكم ورحمة الله وبركاته. الحمد لله بارك حول المسجد الأقصى وأقصى من أعرض عن عبادته واستقصى وأشهد أن لا إله إلا الله وحده لا شريك له أمرنا بالتمسك بالدين وأوصى وأشهد أن نبينا محمدا عبد الله ورسوله بلغ رسالة ربه فما ضل ولا استعصى صلى الله وبارك عليه وعلى من تبع ملته وتمسك بسنته واستوصى وسلم تسليما كثيرا أما بعد فاتقوا الله عباد الله. ഏറെ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷമായിൽ നമ്മൾ മനസ്സിലാക്കി എങ്ങനെയായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രൂപം. ഹദീസിൻ്റെ വെളിച്ചത്തിൽ തന്നെ കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഇൻഷാ അല്ലാഹ് വീണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബാല്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 8 വയസ്സുവരെ അബ്ദുൽ മുത്തലിബിൻ്റെ സംരക്ഷണത്തിലാണ് കഴിഞ്ഞത്. അബ്ദുൽ മുത്തലിബ് മക്കക്കാരുടെ നേതാവാണ്. എല്ലാവിധ സന്തോഷത്തോടും കൂടെ അബ്ദുൽ മുത്തലിബിൻ്റെ കീഴിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ചു വരുന്നു. 8ാമത്തെ വയസ്സിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 8 വയസ്സ് ആയപ്പോൾ അബ്ദുൽ മുത്തലിബ് ലോകത്തു നിന്ന് വിട പറഞ്ഞു. മരണത്തിന് തൊട്ട് മുമ്പ് തന്നെ അബ്ദുൽ മുത്തലിബ് മകൻ അബൂ ത്വാലിബിനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സംരക്ഷണം ഏൽപ്പിച്ചു. അബൂ ത്വാലിബ് ദരിദ്രനാണ്, ഏറെ പ്രയാസമുള്ള കുടുംബമാണ്. അദ്ദേഹത്തിനാണെങ്കിൽ ഒരുപാട് സന്താനങ്ങളുണ്ട്. ഇതെല്ലാമാണെങ്കിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വളരെ സന്തോഷത്തോടുകൂടെ ഇരു കൈയും നീട്ടി അബൂ ത്വാലിബ് സ്വീകരിക്കുകയാണ്. അബൂ ത്വാലിബിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഇഷ്ടത്തിന്റെ കാരണം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അതിയായി സ്നേഹിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ തണൽമരമായി മാറിയ മനുഷ്യനാണ് അബൂ ത്വാലിബ്. 8ാമത്തെ വയസ്സിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏറ്റെടുത്ത് 50 വയസ്സുവരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് താങ്ങും തണലുമായി മാറിയ മനുഷ്യനാണ് അബൂ ത്വാലിബ്. 42 വർഷക്കാലത്തെ സംരക്ഷണം. 50ാമത്തെ വയസ്സിൽ അബൂ ത്വാലിബിന്റെ മരണം അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുണ്ടാക്കിയ പ്രയാസം ചെറുതൊന്നുമല്ല. അത്രമാത്രം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിയ മനുഷ്യനാണ്. മക്കക്കാരക്രമിക്കാൻ കടന്നു വന്നപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കവചമായി മാറിയത് അബൂ ത്വാലിബാണ്. 3 വർഷക്കാലം പട്ടിണി കൊണ്ട് പ്രയാസം കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരീക്ഷിക്കപ്പെട്ടു. ശക്തമായ ഉപരോധം മക്കക്കാർ ഏർപ്പെടുത്തി. ആ ഉപരോധത്തിൽ പട്ടിണിയുടെ 3 വർഷക്കാലത്തെ തീച്ചൂളകളിലൂടെയുള്ള ആ യാത്രയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ അബൂ ത്വാലിബും ഉണ്ടായിരുന്നു എന്ന് കാണുവാൻ സാധിക്കും. അങ്ങനെ 8ാമത്തെ വയസ്സിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സംരക്ഷണം അബൂ ത്വാലിബ് ഏറ്റെടുക്കുന്നു. പിന്നീട് അബൂ ത്വാലിബിന്റെ കൂടെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഴിയുന്നത്. ഞാൻ സൂചിപ്പിച്ചു, വളരെ പ്രയാസം നിറഞ്ഞ ദാരിദ്ര്യം നിറഞ്ഞ ജീവിതമായിരുന്നു അബൂ ത്വാലിബിൻ്റേത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ സമയത്ത് ആടിനെ മേക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടിട്ടുണ്ട്. സ്വന്തമായി അധ്വാനിച്ച് ജീവിച്ചിട്ടുണ്ട്. ദാവൂദ് നബി അലൈഹിസ്സലാമിനെ പോലെ, മൂസാ നബി അലൈഹിസ്സലാമിനെ പോലെ, മറ്റു പ്രവാചകന്മാരെ പോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അധ്വാനിച്ച് ആടിനെ മേയ്ക്കുന്ന ജോലി അവർക്ക് അന്ന് സുപരിചിതമായിരുന്ന ഒരു തൊഴിൽ അതാണ്. പ്രധാനമായും കച്ചവടക്കാരും അതുപോലെ തന്നെ ആടുമേക്കലും ഒട്ടകം മേക്കലും ഇതൊക്കെയായിരുന്നു അന്നത്തെ അവരുടെ ഒരു സമ്പാദ്യ മാർഗം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെറുപ്പത്തിൽ തന്നെ ഇത്തരം ജോലികളിൽ ഏർപ്പെട്ടു എന്ന് കാണുവാൻ സാധിക്കും. പിന്നീട് 15ാമത്തെ വയസ്സിൽ വളരെ സുപ്രധാനമായ ഒരു സംഭവം നടക്കുകയാണ്. 12ാമത്തെ വയസ്സ് എന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ ത്വാലിബിന്റെ കൂടെ അബൂ ത്വാലിബിന്റെ കച്ചവട സംഘത്തിൽ ചേരുകയും ഷാമിലേക്കുള്ള ഒരു യാത്രയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അബൂ ത്വാലിബിന്റെ കൂടെ പുറപ്പെടുകയാണ്. അങ്ങനെ കച്ചവട സംഘം ജോർദാനിന്റെ കിഴക്കുഭാഗത്തുകൂടെ യാത്ര തിരിച്ച് ബുസ്രയിലെ ദൈറ എന്ന അങ്ങാടിയിലെത്തി. അവിടെ ബുഹൈറ എന്ന ഒരു പുരോഹിതനുണ്ട്. കച്ചവട സംഘം അവിടെ തമ്പടിക്കുകയും അവരുടെ സൽക്കാരങ്ങൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബുഹൈറ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണുകയും അബൂ ത്വാലിബിന്റെ അരികിൽ വന്നുകൊണ്ട്, നിങ്ങളുടെ സഹോദരപുത്രനെ സൂക്ഷിക്കണം, അവൻ്റെ വിഷയത്തിൽ
ജാഗ്രത പുലർത്തണം. ഒരു കാരണവശാലും സിറിയയിലേക്ക് മുഹമ്മദുമായി നിങ്ങൾ പോകരുത്. ഈ കുട്ടി ആക്രമിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ ലോകർക്ക് കാരുണ്യമാകുന്ന ഒരു പ്രവാചകനായി ഈ കുട്ടി മാറിയേക്കാം. അതുകൊണ്ട് ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്ന് നിങ്ങൾ ഈ കുട്ടിയെ സംരക്ഷിക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചൂണ്ടി അബൂ ത്വാലിബിനെ ബുഹൈറ ചില നിർദ്ദേശങ്ങൾ നൽകി പറഞ്ഞയക്കുകയാണ്. അബൂ ത്വാലിബ് കച്ചവട യാത്രയിൽ നിന്ന് പിന്തിരിയുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി തിരിച്ച് മക്കയിലേക്ക് തന്നെ വരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിഷയത്തിൽ പിന്നീട് പ്രത്യേകമായ ശ്രദ്ധയും പ്രത്യേകമായ താല്പര്യവും അബൂ ത്വാലിബ് കാണിച്ചിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലുണ്ടായ വളരെ സുപ്രധാനമായ മറ്റൊരു വിഷയമാണ് ഹിൽഫുൽ ഫുദൂൽ, ഹിൽഫുത് ത്വയ്യിബീൻ, നല്ല മനുഷ്യന്മാരുടെ ഒരു സന്ധി. അറേബ്യൻ ചരിത്രത്തിൽ ഏറെ പ്രസിദ്ധമാണ് ഹിൽഫുൽ ഫുദൂൽ. മക്കയിൽ ആർക്കെതിരെയും അതിക്രമങ്ങൾ പാടില്ല, ഒരാളെയും ആക്രമിക്കരുത്. ആരെങ്കിലും ആക്രമിക്കപ്പെടുകയാണ് എങ്കിൽ അവർ മക്കയിലേക്ക് വരികയാണെങ്കിൽ അവരെ സഹായിക്കണം എന്നിങ്ങനെ അക്രമങ്ങൾക്കെതിരെ ഒരു ഉടമ്പടി ബനു ഹാഷിം, ബനു അസദ്, ബനു തമീം തുടങ്ങിയ കുടുംബങ്ങൾ ഒന്നിച്ചു പങ്കെടുത്തുകൊണ്ട് അവർ നടത്തിയ ഉടമ്പടിയാണ് ഹിൽഫുൽ ഫുദൂൽ. അറേബ്യൻ ചരിത്രത്തിൽ ഒരുപാട് പ്രസിദ്ധമായ ഈ ഒരു സംഭവം നബുവത്തിന് ശേഷം പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർത്തെടുക്കുന്നുണ്ട്. ഇസ്ലാമിലും ഇത്തരം സന്ധികളുണ്ട് എങ്കിൽ ഞാനതിൽ പങ്കെടുക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അത് മക്ക മുശ്രിക്കുകൾ നടത്തിയ ഒരു കരാറാണ്, ജാഹിലിയത്തിൽ ഉണ്ടായിരുന്ന ഒരു ഉടമ്പടിയാണ്. എന്നാൽ അതിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പങ്കെടുക്കുക വഴി ഇത്തരം നന്മകളിൽ, അതാരുടേതാണ് എങ്കിലും ഇത്തരം നന്മകളിൽ നമുക്ക് സഹകരിക്കാം എന്ന ഒരു ആശയമാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് ഇസ്ലാമിൽ നബുവത്തിന് ശേഷം എടുത്തു പറയുക കൂടെ ചെയ്തത് അതിൻ്റെ പ്രശസ്തി, അതിൻ്റെ ഒരു പ്രസക്തി വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിൽഫുൽ ഫുദൂലിൽ പങ്കെടുത്തത് നമുക്ക് കാണുവാൻ സാധിക്കും. മാത്രമല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബുവത്തിന് മുമ്പ് തന്നെ എല്ലാവിധ നന്മകളും എല്ലാ നല്ല ഗുണങ്ങളും ഒത്തുചേർന്ന വ്യക്തിയായിരുന്നു, വിശ്വസ്തനായിരുന്നു. കച്ചവട സാധനങ്ങൾ, അതുപോലെ വിലപിടിപ്പുള്ള വസ്തുക്കൾ മക്കക്കാർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈകളിൽ ഏൽപ്പിച്ചു. അവർക്കറിയാം മുഹമ്മദ്, മക്കയിലുള്ള മുഹമ്മദ് എന്ന ചെറുപ്പക്കാരൻ സത്യസന്ധനാണ്. ഞങ്ങളുടെ വസ്തുക്കൾ ഏൽപ്പിക്കുവാൻ ഏറ്റവും സുരക്ഷിതമായ കരങ്ങൾ മക്കയിലെ മുഹമ്മദിന്റെ കരങ്ങളാണ്. അവർ സ്നേഹത്തോടുകൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചു അൽ അമീൻ, വിശ്വസ്തൻ, സത്യസന്ധനാണ് മുഹമ്മദ്. ഇസ്ലാം പ്രബോധനം തുടങ്ങുന്നതിന് മുമ്പ്, നബുവത്തിന് മുമ്പ് തന്നെ മക്കക്കാർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകിയ സർട്ടിഫിക്കറ്റ് ആയിരുന്നു മുഹമ്മദെ, നീ സത്യസന്ധനാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാവിൽ നിന്ന് കളവ് വരുന്നത് അവർ കേട്ടിട്ടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരാറ് ലംഘിക്കുന്നത് അവർ കണ്ടിട്ടില്ല. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബുവത്തിന് മുമ്പ് തന്നെ അഗതികളെ ആദരിക്കുന്ന, അതിഥികളെ ആദരിക്കുന്ന, പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് തണലായി മാറുന്ന അത്തരത്തിലുള്ള നന്മകളിൽ സഹകരിക്കുന്ന വ്യക്തിയായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ജാഹിലിയത്തിലെ അവരുടെ ആഘോഷങ്ങളുണ്ട്, പാട്ടും കൂത്തുമായി സംഗീതത്തിൻ്റെ ആരവങ്ങളോടുകൂടെയുള്ള ജാഹിലിയത്തിൻ്റെ ഉത്സവങ്ങൾ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്തരം ഉത്സവങ്ങളിൽ നിന്ന് അന്യമായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൽ പങ്കെടുത്തിട്ടില്ല. ഷിർക്കിൻ്റെ യാതൊരുവിധ ആചാരങ്ങളും, ഓരോ മനുഷ്യർക്കും ഓരോ വിഗ്രഹങ്ങളുണ്ടായിരുന്ന, ഓരോ ആളുകൾക്കും വ്യത്യസ്തങ്ങളായ ദൈവങ്ങളുണ്ടായിരുന്ന, ഒരു കച്ചവടത്തിന് പോകുമ്പോൾ പോലും വിഗ്രഹത്തിൻ്റെ മുന്നിൽ ചെന്നുകൊണ്ട് ഈ യാത്ര ഞങ്ങൾക്ക് ശുഭമാണോ അതല്ല പ്രയാസകരമാണോ എന്ന് നറുക്കിട്ടുകൊണ്ട് യാത്ര തീരുമാനിച്ചിരുന്നൊരു കാലഘട്ടത്തിൽ എല്ലാത്തിനും, എല്ലാ ആചാരങ്ങൾക്കും, എല്ലാ അനുഷ്ഠാനങ്ങൾക്കും ഷിർക്കിൻ്റെ പുതപ്പുണ്ടായിരുന്നൊരു കാലഘട്ടത്തിൽ ഷിർക്കിൻ്റെ എല്ലാവിധ ആചാരങ്ങളിൽ നിന്നും വിശ്വാസങ്ങളിൽ നിന്നും മാറി നിന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. പലപ്പോഴും സമൂഹം ചെയ്യുന്ന തെറ്റുകൾ ആലോചിച്ചുകൊണ്ട് അതിൽ നിന്നെല്ലാം മാറി നിന്ന് സമൂഹത്തെക്കുറിച്ച് ആലോചിച്ച് ഒറ്റക്ക് കഴിയുന്ന ദിവസങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കച്ചവടത്തിലുള്ള സത്യസന്ധത,
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കച്ചവടത്തിലുള്ള കഴിവ് മക്കയിൽ പ്രസിദ്ധി നേടി. മക്കൾക്ക് പുറത്തേക്ക് പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ഒരു കഴിവും സാമർഥ്യവും അതിൻ്റെ പ്രശസ്തി വർദ്ധിച്ചു. പുറം നാടുകളിൽ നിന്ന് ആളുകൾ കടന്നു വന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈകളിൽ സ്വത്തുകൾ നൽകി കച്ചവടത്തിനു വേണ്ടി പറഞ്ഞയക്കുന്ന സാഹചര്യമുണ്ടായി. മറ്റുള്ളവർ കച്ചവടം ചെയ്യുന്നതിനേക്കാൾ ഇരട്ടി ലാഭം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കച്ചവടം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ, സ്വത്തുക്കൾ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് കച്ചവടത്തിൽ ലഭിക്കുന്നത് കാണുവാൻ സാധിച്ചു. അത്രമാത്രം സത്യസന്ധമായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കച്ചവടം. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഖുറൈശി തറവാട്ടിലെ പ്രമുഖരായ പല ആളുകളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തേടിയെത്തി. അങ്ങനെയാണ് മാന്യയും സമ്പന്നയും കുലീന കുടുംബത്തിൽ പിറന്ന ഖുവൈലിദിന്റെ പുത്രി ഖദീജ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് കച്ചവട ആവശ്യത്തിനു വേണ്ടി കടന്നു വരുന്നത്. അവരുടെ സമ്പത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏൽപ്പിക്കുന്നു. അവരുടെ ഭൃത്യനായിട്ടുള്ള അടിമയായിട്ടുള്ള മൈസറയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ കച്ചവടത്തിന് പുറപ്പെടുന്നു. ഖദീജയുടെ സമ്പത്തുമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഷാമിലേക്ക് കച്ചവടത്തിന് പുറപ്പെടുന്നു. കച്ചവടത്തിലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാമർത്ഥ്യം കണ്ട്, യാത്രയിലെ മുഹമ്മദ് എന്ന മനുഷ്യന്റെ അത്ഭുതങ്ങൾ കണ്ട്, സ്വഭാവത്തിലെ പെരുമാറ്റത്തിലെ അതുല്യമായ വ്യക്തിത്വം കണ്ട് മൈസറ അത്ഭുതപ്പെടുകയാണ്. തിരിച്ച് ഖദീജയുടെ അരികിലേക്കെത്തി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും ആ ജീവിതത്തിലുള്ള സത്യസന്ധതയുടെ അതുല്യമായ ഏടുകൾ പകർന്നു കൊടുക്കുകയാണ് ഖദീജ റളിയല്ലാഹു തആല അൻഹക്ക് അവരുടെ അടിമ. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം ഖദീജ തിരിച്ചറിയുന്നു. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഖദീജ റളിയല്ലാഹു തആല അൻഹയുമായിട്ടുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിവാഹവും ഖദീജ റളിയല്ലാഹു തആല അൻഹയെ കുറിച്ച് മനസ്സിലാക്കാം. അല്ലാഹു തആല കൂടുതൽ പഠിക്കാൻ, കൂടുതൽ അറിയാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.